ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. കഴിഞ്ഞ 15 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ടി വി ഇല്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം, ഞാൻ KSUവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് വന്ന ഒരു സ്റ്റാൻഫോർഡിലെ പ്രൊഫസറാണ് വളരെ വിശദമായ റിസർച്ചുകൾ നടത്തിയിട്ട് എന്തുകൊണ്ട് ടി വി കാണരുത് എന്ന് എന്നെ പഠിപ്പിച്ചത്. അത് എൻ്റെ തലയിലേക്ക് ലോജിക്കലി വളരെ വ്യക്തമായിട്ട് കയറിയിട്ടുണ്ട്. ആ ഒരു സാധനം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ദർ ഇസ് സംതിങ് കോൾഡ് ബ്രോഡ്കാസ്റ്റ് ട്രോമ. ബ്രോഡ്കാസ്റ്റ് ട്രോമ ബ്രോഡ്കാസ്റ്റ് ട്രോമ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു യുദ്ധത്തിൽ ഒരു സ്കൂളിന് ബോംബ് വീണു. അപ്പോൾ ആ സ്കൂളിൽ കുറേ പെൺകുട്ടികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പിഞ്ചു കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു പിക്ചർ ഉണ്ടാവും, നമ്മൾ അതിന് വല്ലാതെ നമ്മളെ എഫക്റ്റ് ചെയ്യും. പക്ഷേ അതിലൊക്കെ അതിനേക്കാൾ 10-20 ഇരട്ടിന് നമ്മൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളിത് ടി വിയിൽ ഇങ്ങനെ കാണാം. ആ രംഗം കാണാം, ബോംബ് വീഴുന്ന രംഗം, കത്തുന്ന രംഗം, കുട്ടികൾ കരയുന്ന രംഗം, അവിടെയുള്ള ചോര, അവിടുത്തെ അവയവത്തിന്റെ അവശിഷ്ടങ്ങൾ, അതിങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ ഒരാളൊരു കൊലപാതകമോ അല്ലെങ്കിൽ അതിനെ നേരിട്ട് കണ്ട ഒരാളുണ്ടാവുമല്ലോ, ആ ഇൻസിഡന്റിനെ നേരിട്ട് കണ്ട ഒരാൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ്സിനേക്കാൾ അല്ലെങ്കിൽ മെന്റൽ ട്രോമയേക്കാൾ 10-20 മടങ്ങ് മെന്റൽ ട്രോമയാണ് അത് ടി വിയിൽ ഇങ്ങനെ പൊലിപ്പിച്ച് അതിന്റെ എന്താ പറയുക ഗ്രാഫിക്സും അതിന്റെ ഇമേജസും അതിന്റെ ബ്ലഡും അതിൻ്റെ ഇതുമായിട്ട് ഇങ്ങനെ കാണുന്നത്. അത് ഒരു സാധനം. അത് അതിന്റെ ഒരു ബ്രോഡ്കാസ്റ്റ് ട്രോമ 10 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ദ ആക്ച്വൽ ഇൻസിഡന്റ് എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം പണ്ടൊക്കെ ന്യൂസ് ചാനലുകൾ രാവിലെ ഒരു ന്യൂസും പറയും, വൈകുന്നേരം ഒരു ന്യൂസും പറയും. അതിൽ തന്നെ ഇത്തരം ഗ്രാഫിക്സ് ഓറിയന്റഡ് ഇമേജസ് നമ്മളെ കാണിക്കാറില്ലായിരുന്നു. വീഡിയോ ഓറിയന്റഡ്, ജസ്റ്റ് ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിരുന്നു. ഇന്നൊരു ഉദാഹരണത്തിന് ഇന്ന സ്ഥലത്തെ പിന്നെ ഇയാൾ കൊല്ലപ്പെട്ടു, വെടിയേറ്റ് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ കുട്ടികളുടെ മേലിൽ ബോംബ് വീണു, അല്ലെങ്കിൽ കുട്ടികൾ കൊല്ലപ്പെട്ടു, അങ്ങനെയൊക്കെ പറയേണ്ടായിരുന്നുള്ളൂ. അതിന്റെ വിഷ്വൽസ് പണ്ട് കാണിക്കാറില്ലായിരുന്നു. രാവിലെയും രാത്രിയും മാത്രമായിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ 24/7 ന്യൂസ് കൾച്ചർ വന്നത്. അതിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ കൊല്ലപ്പെട്ട സാധനം തന്നെ വീണ്ടും 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 ഒരു ദിവസം 100 മുതൽ 200 വരെ തവണ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ ടി വിയിലൂടെയും നമ്മുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണാം. നമ്മുടെ തലച്ചോറ് പാവാണ്, പൊട്ടനാണ്. കാരണം ഇയാൾക്കത് ആക്ച്വലി ഇത് കുട്ടികളുടെ മേലിൽ ഒരു വട്ടം ബോംബിട്ട് തിരിയാനുള്ള ബുദ്ധി ഇല്ല. 200 വട്ടം കണ്ട 200 ബോംബിട്ട ട്രോമയാണ്. 200 ബോംബിട്ട ട്രോമ അല്ലെങ്കിൽ 200 ബോംബിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സും ആ ഒരു സ്റ്റിറോയിഡ് ഹോർമോൺസും ആ ഒരു എന്താ പറയാ നമ്മൾക്കുള്ള നെഗറ്റീവ് ട്രോമ ഉണ്ടല്ലോ, മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രോമ, അത് മൊത്തം ആ 200 തവണയും നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു വലിയ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, ഈ നെഗറ്റിവിറ്റി സെല്ല് ചെയ്യുന്നവന്, ഇപ്പോൾ ഉദാഹരണത്തിന് ദുബായിൽ അപ്പാർട്ട്മെന്റിൽ ബോംബ് വീണു എന്നുള്ള രംഗം അങ്ങനെ കാണുമ്പോൾ നമ്മൾ പിന്നെ പറയാൻ പോകുന്നത്, മലയാളികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്തേക്കാണ് ബോംബ് വീണത്, പല മലയാളികളും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ എന്ന് അറിയില്ല എന്നൊക്കെ അങ്ങോട്ട് ആവശ്യമില്ലാതെ അങ്ങോട്ട് തള്ളിവിടും ന്യൂസ് ചാനലുകാർ. ഈ തള്ളിവിടുമ്പം നമ്മളുടെ മകനോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോ വാപ്പയോ ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇമോഷണലി ആ ഒരു ബോംബുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി നമുക്ക് ഭയങ്കര പേഴ്സണലൈസ്ഡ് പെയിൻ വരാൻ തുടങ്ങി. കാരണം നമ്മുടെ ബ്രദറും മകനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഉള്ള സ്ഥലത്തേക്കാണല്ലോ ബോംബ് വീണത്. അവരുടെ വെയർ അബൌട്ടിനെ കുറിച്ച് നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ കരയും, നിങ്ങൾക്ക് എന്തേലും പറ്റീനോ. അവിടെ വളരെ ശാന്തമായി നോമ്പ് തുറക്കുന്ന ആളുകൾക്കായിരിക്കും നമ്മൾ വിളിച്ചു. കാരണം അതായത് നേരിട്ട് ബോംബ് വീഴുന്നിടത്ത് ഇരിക്കുന്ന ആളെക്കാൾ ആങ്ഷൈറ്റി ഉണ്ടാവുന്നത് ഇത് ന്യൂസ് ചാനലുകൾ കേൾക്കുന്ന നമുക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇമോഷണലി അവർ ഹുക്ക് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ സത്യമല്ലേ അതും നമുക്കറിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള ന്യൂസ് പേപ്പർ വായിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ന്യൂസ്, ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ന്യൂസ് ദിവസത്തിൽ ഒരു തവണ വേണമെങ്കിൽ കേൾക്കുകയോ ചെയ്യാം. പക്ഷെ 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ ഇരിക്കുകയും അല്ലെങ്കിൽ ന്യൂസ് ചാനലിന്റെ മുമ്പിൽ ഇരിക്കുകയും ഈ സാധനം വീണ്ടും 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 കേൾക്കുകയും ചെയ്താൽ ഭയങ്കരമായിട്ട് നമുക്ക് മെന്റൽ സ്ട്രെസ് വരികയും നമ്മൾ മെന്റലി ഡൗൺ ആവുകയും നമ്മൾക്ക് ബേസിക്കലി ആ ഒരു സ്ട്രെസ് ഹോർമോൺസിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുകയും ഉറക്കക്കുറവ് നഷ്ടപ്പെടുകയും നമുക്ക് ശരിക്കും ഡിപ്രഷനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഉറക്കം നഷ്ടപ്പെട്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരു കിളി പോകാന്ന് പറഞ്ഞല്ലേ, അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മളെ മാനസികമായി നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്രോഡ്കാസ്റ്റ് ട്രോമ. അത് നമ്മളറിയാതെ, എന്ന് മാത്രമല്ല വേറെ സംഭവം കൂടി അതിലുണ്ട്. നമ്മൾ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കരുത്, ആരെ നമ്മളെ എങ്ങനെ കാണണം എങ്ങനെ കാണരുത് എന്നുള്ള ഒരു സബ് കോൺഷ്യസ് ബയാസ്. അതായത് ന്യൂസ് ചാനലുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് അവരുടെ അജണ്ടയാണ്, സോഷ്യൽ മീഡിയ നമ്മളോട് വിളിച്ചു പറയുന്നത് അവരുടെ അജണ്ടയാണ്. നമ്മളുടെ വിശ്വാസമോ നമ്മളുടെ ലോജിക്കോ അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ വീണ്ടും 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 അവൻ കള്ളനാണ്, ഇവൻ നല്ലവനാണ്, ഇവൻ നല്ലവനാണ്, ഇവൻ കള്ളനാണ്, ഇവൻ ശരിയല്ല, ഇവൻ ക്രിമിനലാണ്, ഇവൻ നല്ലവനാണ് എന്ന് വീണ്ടും വീണ്ടും പറയുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ലവനല്ലാത്തവനെ നല്ലവനായും കള്ളനല്ലാത്തവനെ കള്ളനായും സബ് കോൺഷ്യസ്ലി വിശ്വസിക്കുന്ന
അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുന്ന, അതിനനുസരിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി. അപ്പൊ നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മൾ എന്ത് വാങ്ങണം, എന്ത് വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്, ആരെ ഇഷ്ടപ്പെടണം, ആരെ വെറുക്കണം എന്നൊക്കെ ചാനലുകൾ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സെൽഫ് ഐഡന്റിറ്റി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവുമല്ലോ, ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്നുള്ള ഐഡന്റിറ്റി നമുക്കുണ്ട്. ആ ഐഡന്റിറ്റി പോലും അവിടെ നഷ്ടപ്പെട്ടിട്ട് അവർ പറയുന്ന ആള് ശരിയും അവർ പറയുന്ന ആള് തെറ്റുമായി നമ്മൾ അറിയാതെ നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. അതാണ് സബ് കോൺഷ്യസ് ബയാസ് നമുക്കുണ്ടാകുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ പോലും സ്വാധീനിക്കുന്നുണ്ട് ഈ കണ്ടിന്യൂസ് ചാനൽ വാച്ചിങ്. ചുരുക്കി പറഞ്ഞാൽ മനസ്സമാധാനം വേണോ, ഐഡന്റിറ്റി വേണോ, നമുക്ക് ശരികളും തെറ്റുകളും ലോജിക്കലി ഡിസൈഡ് ചെയ്യാനുള്ള കഴിവ് വേണം. സ്റ്റോപ്പ് വാച്ചിങ് TV ചാനൽസ് മാത്രമല്ല, എനി ദാറ്റ് വിഷ്വൽ മീഡിയ. സ്റ്റോപ്പ് വാച്ചിങ് വിഷ്വൽ മീഡിയ. 15 വർഷമായിട്ട് വീട്ടിൽ TV വാച്ച് ചെയ്യാത്ത ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നത്. സയന്റിഫിക് ആണ്. ഒരുപാട് റിസർച്ച് ഈ വിഷയങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ട്രോമ എന്നുള്ള ഒരു സബ്ജക്റ്റ് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്, 24 മണിക്കൂർ ഈ TV കണ്ടിട്ട് പൊളിറ്റിക്കൽ ഈ ഡിബേറ്റും അതുപോലെ തന്നെ ഈ വാറിന്റെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ആൾ മെന്റലി ഭയങ്കര വീക്കായിരിക്കും. കാരണം അയാൾ ഭയങ്കര എന്താ പറയുക, വൊളറ്റൈൽ ആയിരിക്കും, അയാൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. സ്റ്റോപ്പ് വാച്ചിങ് വിഷ്വൽ മീഡിയ.